നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം എന്താണ്, എന്തിനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് സ്ട്രക്ചർ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് സബ്ജക്റ്റ് ആദ്യം വരും. ഓക്കെ, പിന്നെ എന്താ വരിക? ഹെൽപ്പിംഗ് വെർബുകളായിട്ട് ഒന്നെങ്കിൽ ആം വരും, അല്ലെങ്കിൽ ഈസ് വരും, അല്ലെങ്കിൽ ആർ വരും. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. വെർബിന്റെ ഐ എൻ ജി ഫോം ആണ് വരിക. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഫോം. അപ്പോൾ ഈ ആം എവിടെയാണ് ഉപയോഗിക്കുക? ആം എന്നുള്ള ഓക്സിലറി ഉപയോഗിക്കുന്നത് അഥവാ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ്. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ത് ഉപയോഗിക്കുന്നത്? ആം ഉപയോഗിക്കുന്നത്. പിന്നെ ഈസ് എവിടെയാണ് ഉപയോഗിക്കുക? ഈസ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് ആണ് ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കുക? ഈസ്. ഏതാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഇറ്റ് എന്നുള്ളതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്. പിന്നെ ആർ എവിടെ ഉപയോഗിക്കുക? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? ആർ ഉപയോഗിക്കുക അല്ലെ? ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐ, യു, ദേ, വി എന്നുള്ളതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐന്റെ കൂടെ ആമ മാത്രമാണ് ഉപയോഗിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐന്റെ കൂടെ ആമാണ് ഉപയോഗിക്കുക. ബാക്കി യു, ദേ, വി എന്നുള്ളതിന്റെ കൂടെയൊക്കെ എന്താ ഉപയോഗിക്കുക? ആറ്.